ഹായ് ഹലോ വെൽക്കം ടു എജുപോഡ്. എല്ലാവർക്കും എജുപോഡിലേക്ക് സുസ്വാഗതം. ദിസ് ഇസ് മാസിൻ ഹിയർ. ജിയോഗ്രഫിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയുടെ മുന്നിൽ വെച്ചിട്ട് പരീക്ഷ പടിവാതിൽക്കിൽ എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പിച്ചു പഠിക്കണം. നാളെ പരീക്ഷയ്ക്ക് എന്ത് വരും, നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് ആൻസർ ഞാൻ എഴുതുമെന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എജുപോഡിൽ നമ്മൾ ജിയോഗ്രഫിയുടെ ക്ലാസ് വെച്ചിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഉറപ്പിക്കാവുന്ന 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെ ഉറപ്പായിട്ട് നേടാവുന്ന 1-2 ചോദ്യങ്ങൾ. ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ ഞാൻ പറയുന്ന ആൻസർ നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കുക. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. ഇത് പഠിച്ചു വെച്ചവന് 3 മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ചോദ്യത്തിലേക്ക് വന്നു. ഏതാണ് ചോദ്യം? ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം? കണ്ടല്ലോ, ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ ചോദ്യം ഏതാണ് എന്ന് നോക്കാം. യെസ്, ഇവിടെ ചോദ്യം നോക്കിയേ. സെർട്ടൻ ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ആർ ഗിവൻ ബിലോ. കുറച്ച് ബ്രാഞ്ചസ് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ഇൻ ദ ബ്രാക്കറ്റ്സ് കാറ്റഗറൈസ് ദം അണ്ടർ ദ 3 മേജർ ഹെഡ്സ്. ജിയോഗ്രഫിയിലെ 3 മേജർ ഹെഡ്സ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ആ 3 മേജർ ഹെഡ്സിന്റെ കീഴിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് കാര്യങ്ങൾ? പോപ്പുലേഷൻ ജിയോഗ്രഫി, ക്ലൈമറ്റോളജി, എൻവയോൺമെന്റൽ ജിയോഗ്രഫി, എക്കണോമിക് ജിയോഗ്രഫി. ഈ കാര്യങ്ങളെ 3 ഹെഡിങ്ങിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു. ആ 3 ഹെഡിങ് ഏതാ നിങ്ങളുടെ മൈൻഡിൽ പോകുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ വന്നിട്ടുണ്ടാവുമല്ലോ. ഇനി വന്നിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പം അത് വരും. കണ്ടോ, നോക്കിക്കേ. ഇതാണ് 3 ഹെഡ്സ് അല്ലേ? ഈ 3 ഹെഡ്സിലാണ് കാറ്റഗറി ചെയ്യാൻ പറഞ്ഞെങ്കിൽ 2 മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. നോക്കൂ, വേറെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പം 3 ഹെഡ്സ് വീണ്ടും വന്നാൽ നിങ്ങളടുത്ത് ആണോ? നിങ്ങൾ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ഈ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. എന്താ ഫ്ലോ ചാർട്ടിനകത്തുള്ളത്? ബ്രാഞ്ചസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി. അറിയാലോ, ഫിസിക്കൽ ജിയോഗ്രഫി നേരത്തെ നമ്മൾ 3 ഹെഡ്സിൽ പറഞ്ഞ ഒരു ഹെഡാണ് അല്ലേ? യെസ്, അതിന് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 ബ്രാക്കറ്റ് 2 ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അതിന് നമുക്ക് അറിയണം ഫിസിക്കൽ ജിയോഗ്രഫിയുടെ ബ്രാഞ്ച് എന്താണെന്ന് അറിയണം. അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിക്കും. യെസ്, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. മറ്റൊരു ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് അപ്രോപ്രിയറ്റ്ലി. നോക്ക്. ഈ ഫ്ലോ ചാർട്ട് വീണ്ടും പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണുള്ളത്? ഫിസിക്കൽ ജിയോഗ്രഫി. മറ്റൊരു ക്വസ്റ്റ്യനാ. കണ്ടോ. ഇതുപോലെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, നിങ്ങളുടെ അടുത്ത് ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട് വേണ്ട. എജുപോഡിന്റെ ക്ലാസ്സിൽ വന്നു. ഡൗട്ട് വേണ്ട. ഇപ്പട്ട തീരും. ഇത് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, എന്താ പഠിക്കേണ്ടത്? ഇതങ്ങ് പഠിച്ചു വെക്കുക. ഇതാണ് ബ്രാഞ്ചസിന്റെ മെയിൻ ഹെഡ്സിന്റെ അതിന്റെ ബ്രാഞ്ചസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹെഡ്സ് ഏതാന്ന് നോക്കുക. ആ ഹെഡിങ്ങിന്റെ താഴെയുള്ള ബ്രാഞ്ചുകൾ അങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ഏതാ? ഫിസിക്കൽ ജിയോഗ്രഫിയാണ്. നമ്മളിപ്പോൾ കണ്ടല്ലോ 1-2 ചോദ്യം ഇത് മാത്രം ഇത് എടുത്ത് ചോദിച്ചല്ലോ അല്ലേ? ഈ ഫിസിക്കൽ ജിയോഗ്രഫിന്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? 1 ക്ലൈമറ്റോളജിയാണ്. കാലാവസ്ഥാ നിർണയ ശാസ്ത്രമാണ്. കാലാവസ്ഥയെ ബന്ധപ്പെട്ട് പഠിക്കുന്നത് അല്ലേ? ഹൈഡ്രോളജി രണ്ടാമത് ഹൈഡ്രോളജിയാണ്, ജലവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? ഹൈഡ്രോളജി. 3-മത് സോയിൽ ജിയോഗ്രഫിയാണ്. മണ്ണിന്റെ ശാസ്ത്രം, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം, സോയിൽ ജിയോഗ്രഫി. 3-മത്തെ ബ്രാഞ്ച് ഫിസിക്കൽ ജിയോഗ്രഫിയുടെ 3 ബ്രാഞ്ചുകൾ നമുക്ക് കിട്ടിയല്ലോ. ഇനി എന്താ? അടുത്തത് ഹ്യൂമൻ ജിയോഗ്രഫി. 2-മത്തെ ഹെഡിങ്. ജിയോഗ്രഫിയുടെ 3 ഭാഗങ്ങൾ വരയ്ക്കുക അല്ലേ? അപ്പൊ 2-മത്തെ ഹെഡിങ് ഹ്യൂമൻ ജിയോഗ്രഫിയുടെ ബ്രാഞ്ച് ഏതൊക്കെയാ? കിടക്കുന്ന ബ്രാഞ്ച് ഇതെടുത്ത് വാരി എഴുതിക്കോ. യെസ്, സോഷ്യൽ ഓർ കൾച്ചറൽ ജിയോഗ്രഫി, പോപ്പുലേഷൻ ഓർ സെറ്റിൽമെന്റ് ജിയോഗ്രഫി, എക്കണോമിക് ജിയോഗ്രഫി, ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി, പൊളിറ്റിക്കൽ ജിയോഗ്രഫി. ഇതെല്ലാം ഹ്യൂമൻ ജിയോഗ്രഫിന്റെ ഭാഗമല്ലേ? എഴുതാം, ഇത് വരിക്കെഴുതാം. ഇനി എന്താ ഉള്ളത്? അടുത്ത ഹെഡിങ് ഏതാ ഉള്ളത്? അടുത്ത ഹെഡിങ് ബയോജിയോഗ്രഫിയാണുള്ളത്. ബയോജിയോഗ്രഫിയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാ? ഏതൊക്കെയാ? പ്ലാന്റ് ജിയോഗ്രഫി, സൂ ജിയോഗ്രഫി, എക്കോളജി, എൻവയോൺമെന്റൽ ജിയോഗ്രഫി. കഴിഞ്ഞില്ലേ? ഇത് പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഒന്നെങ്കിൽ പഠിച്ചു വയ്ക്കും, അല്ലെങ്കിൽ ഇതേ ചോദിക്കും. ഇത് 3 കൂടെ ചേർത്തിട്ട് ചോദിക്കും. ഫ്ലോ ചാർട്ട് പോലെ ബ്രാക്കറ്റിൽ വന്നിട്ട് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും. ചോദ്യം എങ്ങനെ വന്നാലും ഉത്തരം ഇവിടെ കിടക്കണം. സെറ്റല്ലേ? അപ്പോ ഇത് പൊളിച്ചേക്കുക. 3 മാർക്ക് വരെ ഷുവറായിട്ട് നേടാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ച് പൊക്കോ. പരീക്ഷയ്ക്ക് ഷുവറാണ്. Thus is Mazin here signing off. Tata, bye bye.